ready, Mama? Yes, I'm ready. Let's go. Okay. So, I'm a Mallu who lives in Kenya. ഇന്ന് ഞങ്ങള് എങ്കോങ് ഹിൽസിലോട്ടാണ് പോകുന്നത്. 25 to 30 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ 7 ഹിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വലിയൊരു സ്പേസിലോട്ടാണ് നമ്മൾ ഇന്ന് ഹൈക്കിങ്ങിന് വന്നിട്ടുള്ളത്. 4 years മാത്രമുള്ള ഒരു കൊച്ചു ചെറുക്കനും ആസ്മയുള്ള ഒരു പേഷ്യന്റും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഈ ഹൈക്കിങ്ങിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒരു ശ്രമം. നമ്മൾ 7 o'clock സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള മഞ്ഞും കാറ്റുമായിരുന്നു. ഒരു 10 അടി ഡിസ്റ്റൻസിൽ നിന്നാൽ പോലും നമുക്ക് ചുറ്റും കാണാൻ പറ്റില്ലായിരുന്നു. കുറച്ചുകൂടെ അങ്ങ് പോയപ്പോഴേക്ക് തണുപ്പ് നന്നായിട്ട് കൂടാൻ തുടങ്ങി. കാറ്റും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് 3rd ഹില്ലിലെ പീക്ക് ലെവൽ എത്തിയപ്പോഴേക്കും നമുക്ക് ഒട്ടും മൂവ് ചെയ്യാൻ പറ്റാണ്ടായി. അത്രക്കും തണുപ്പായിരുന്നു. പിന്നെ വിശപ്പും. ഫുഡ് കഴിച്ചിട്ടേ ഇനി ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് കഴിച്ച് തീരാറായപ്പോഴേക്ക് വെതറിന് നല്ല ചേഞ്ചസ് വന്നു. മെല്ലെ മെല്ലെ ഒരു സണ്ണി അറ്റ്മോസ്ഫിയറിലോട്ട് ചേഞ്ച് ആയി. അപ്പൊ ഉണ്ടായ ഒരു ആശ്വാസം. ആ ഒരു ആവേശത്തിൽ ഞങ്ങൾ കുറച്ച് സൺസ്ക്രീൻ പൊത്തി വീണ്ടും ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തു. എടുത്തു പറയേണ്ടത് എന്റെ 4 വയസ്സ് മാത്രം പ്രായമുള്ള ഇഹാനുന്റെ ആവേശമായിരുന്നു. Go to the power eye. പവറായോ? വാവ്! He's very strong, mashallah. Well done, well done, well done. അവിടെ ഹൈക്കിങ്ങിന് വന്ന ഒട്ടുമിക്ക പേരും അവനെ കണ്ട് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നുള്ളത്. ദാറ്റ് ട്രൂലി മെയ്ഡ് us proud parents. Guys, 7 kilometer. Look here. Isn't it? ഗൈസ്, ഫൈനലി ഞങ്ങൾ 7ാമത്തെ ഹില്ലിലെത്തി. 2430 meters, 8000 feet above sea level. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് സുല്ലിട്ട ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. വി വാസ് സോ ഹാപ്പി. 7ാമത്തെ പീക്ക് ലെവൽ കഴിഞ്ഞപ്പോഴേക്ക് ഇഹാനു ഓൾമോസ്റ്റ് ടയർഡായി തുടങ്ങി. അവന് ഉറങ്ങാനുള്ള ടൈം ആയതും അവനൊരു സൈഡായി. പിന്നെ ഞങ്ങൾ അവന് മാറി മാറി എടുത്ത് നടക്കാൻ തുടങ്ങി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഫുൾ ആക്റ്റീവായി വീണ്ടും പഴയതുപോലെ ആയിട്ടോ. എന്തായാലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ദിവസത്തിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും വെതേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയല്ലേ. ആൻഡ് ഇറ്റ് വാസ് എ റിഫ്രഷ്മെന്റ് ഫോർ us. വർക്ക് ലൈഫ് എന്ന് കിട്ടുന്ന ഏറ്റവും വലിയ എസ്കേപ്പ് ആണ് ഇങ്ങനത്തെ കുറച്ച് നല്ല മൊമെന്റ്സ്. അത് നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ. പിന്നീട് അങ്ങോട്ട് കുറച്ചു കാലത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ബാറ്ററി ഫില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അപ്പോ അത്രയ്ക്കുള്ള ഗൈസ് കെനിയൻ വിശേഷങ്ങള്. Bye. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.